So moving on to our chapter linked list, and that's your module third one. ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പി പി ടിയിൽ ചെയ്തത് ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യുക, അത്രേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിലബസ് ആണ് ഇപ്പോൾ ഫസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്, ലിങ്ക് ലിസ്റ്റ് ആൻഡ് ഇറ്റ്സ് ഡെഫിനിഷൻ, ക്രിയേഷൻ, അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ക്രിയേഷൻ വരെ കഴിഞ്ഞു. ഇനി അതിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻസിൽ ഞാൻ പറഞ്ഞു ട്രാവേഴ്സൽ, സെർച്ചിങ്, ഇൻസേർഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ദെൻ ഡബിൾ ലിങ്ക് ലിസ്റ്റ് എന്താണ് എന്നുള്ളതും അതിൻ്റെ പ്രോഗ്രാമും, സർക്കുലർ ലിങ്ക് ലിസ്റ്റ് ആൻഡ് ഹെഡർ ലിങ്ക് ലിസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. Now as you know, list means it is a collection of data items. So linked list അതുപോലെ തന്നെ array എന്ന് പറയുന്നത് രണ്ടും ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡാറ്റ ഐറ്റംസ്. നമുക്ക് ഡാറ്റ ഐറ്റംസ് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് ആണ് ലിസ്റ്റും അറേയും, അല്ലേ? അപ്പോൾ അറേ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ക്യാൻ ഓൾസോ ബി ഈസിലി ആക്സസിബിൾ ആൻഡ് യു നോ വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് അറേ. അറേക്ക് ഒരു ഫിക്സഡ് സൈസ് ഉണ്ടാവും, ഫിക്സഡ് ഡയമെൻഷൻ ഉണ്ടാവും, ആൻഡ് അത് നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? കമ്പൈൽ ടൈമിലാണ്. ആസ് ഐ ടോൾഡ് യു, കമ്പൈൽ ടൈം മെമ്മറി അലോക്കേഷൻ ഇസ് നോൺ ആസ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഓൾ ദ ഡാറ്റാസ് ആർ സ്റ്റോർഡ് ഇൻ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. അതുപോലെ തന്നെ അറേയിൽ ഇൻസേർഷനും ഡിലീഷനും ഡിഫിക്കൽട്ടാണ്. എന്തുകൊണ്ടാണ്? അറേയിൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അറേനെ പുഷ് ചെയ്യേണ്ടി വരും, എന്നിട്ട് ഇൻസേർട്ട് ചെയ്യണം. അതേപോലെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ റിമൂവ് ചെയ്തതിന് ശേഷം അറേയിലുള്ള ഡാറ്റാസിനെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്ത് വെക്കണം, അല്ലേ? So it is difficult. Both insertion and deletion is difficult. Okay. Now what is a linked list? As I told you, linked list is a linear collection of data elements, and we call it as a node, where the linear order is given by means of pointers which contain the address of the next element in the list. I think you have already studied what a pointer is. Pointer means it is an address of ഒരു മെമ്മറി സ്പേസിൻ്റെ അഡ്രസ്സ്. സോ ഇവിടെ നമ്മൾ ലിങ്ക് ലിസ്റ്റിലുള്ള ഓരോ എലമെൻറ്റിനെയും നോഡായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നോഡ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് 2 പാർട്സ്. ആ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവും നോഡ് എന്ന് പറയുന്നത് 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇസ് ദ ഡാറ്റ പാർട്ട്, where we store the data item, and second part is the address space, or we can call it as a pointer ടു ദ നെക്സ്റ്റ് നോഡ്. അപ്പോൾ ആ അഡ്രസ്സിൽ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുക? അടുത്ത നോഡിൻ്റെ അഡ്രസ്സ് എന്താണോ അതായിരിക്കും ഫസ്റ്റ് നോഡിൻ്റെ അഡ്രസ് പാർട്ടിൽ നമ്മൾ സ്റ്റോർ ചെയ്യാം. സോ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 എന്നുള്ള ഡാറ്റ ഐറ്റം സ്റ്റോർ ചെയ്തിരിക്കുന്നത് 1000 എന്നുള്ള മെമ്മറി അഡ്രസ്സിലാണ്. അതേപോലെ 20 എന്നുള്ള ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 2000 ആൻഡ് 30 എന്ന് പറയുന്നത് 3000. ഓക്കെ, അപ്പോൾ 10 എന്നുള്ള ഡാറ്റ ഐറ്റത്തിൻ്റെ നോഡിൽ അഡ്രസ് പാർട്ടിൽ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുക? 20 എന്നുള്ള നോഡിൻ്റെ അഡ്രസ്സ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. സോ 10 എന്നുള്ള നോഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ, 10 എന്നുള്ള ഡാറ്റ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് 2000 എന്നുള്ള മെമ്മറി അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണോ ഉള്ളത് അതായിരിക്കും നെക്സ്റ്റ് ഡാറ്റ ഐറ്റം. നൗ സെക്കൻഡ് നോഡിൽ നമ്മൾ അഡ്രസ് പാർട്ടിൽ ഏത് അഡ്രസ്സാണോ സ്റ്റോർ ചെയ്യുന്നത് ആ അഡ്രസ്സിൽ എന്ത് ഡാറ്റയാണോ ഉള്ളത് അതായിരിക്കും നെക്സ്റ്റ് ഡാറ്റ ഐറ്റം. അടുത്തത് നോക്കിയാൽ നള്ളാണ് കാണിച്ചിരിക്കുന്നത്. നൾ മീൻസ് ഇറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ്. ഓക്കെ, നൗ ആസ് ഐ ടോൾഡ് യു, അഡ്വാൻറ്റേജസ് എന്താണ്? ലൈഫ് ടൈം നമുക്ക് അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. ദാറ്റ് മീൻസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ് അവിടെ നടക്കുന്നത്. റൺ ടൈമിലാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ ഷ്രിങ്ക് ഓർ ഗ്രോ ഇൻ സൈസ് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം, ആൻഡ് ഇറ്റ്സ് സ്റ്റോർഡ് ഇൻ നോൺ കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ. ഷിഫ്റ്റിംഗ് ഇസ് നോട്ട് റിക്വയർഡ് ഇൻ കേസ് ഓഫ് ഡിലീഷൻ ഓർ അപ്ഡേഷൻ. അറേൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഡിലീഷൻ ആൻഡ് അപ്ഡേഷനിൽ നമ്മൾ അറേനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ മൂവ് ചെയ്യുകയും ഷിഫ്റ്റ് ചെയ്യുകയൊക്കെ വേണം. പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നൗ ദീസ് ആർ ദ കമ്പാരിസൺ ഓഫ് അറേസ് ആൻഡ് ലിങ്ക് ലിസ്റ്റ്, ഓർ വി ക്യാൻ സേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അറേസ് ആൻഡ് ലിങ്ക് ലിസ്റ്റ്. ഒന്ന് ജസ്റ്റ് പോയി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് ഗോ ത്രൂ ദിസ് ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ അതിൽ അറേ എന്താണ് എന്നുള്ളത് എലമെൻറ്റ്സ് ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ടാണ്, മറ്റേത് സീക്വൻഷ്യലി ആണ്. പിന്നെ എലമെൻറ്റ് സ്റ്റോർ ഇൻ കോൺസിക്യൂട്ടീവ് മാനറിലാണ്, മറ്റേത് എവിടെയൊക്കെ അവൈലബിൾ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ദെൻ ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്സ് മോർ ടൈം ഇൻ അറേ, ബട്ട് ഇൻ ലിങ്ക് ലിസ്റ്റ് ഇറ്റ് ഇസ് ഫാസ്റ്റ് ആൻഡ് ഈസി. ഇനി അറേയിൽ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആണ്, whereas in linked list it is dynamic memory allocation. And in arrays there are different types of arrays: single,
ഡയമെൻഷണൽ, 2 ഡയമെൻഷണൽ, മൾട്ടി ഡയമെൻഷണൽ. ലിങ്ക് ലിസ്റ്റിലാണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. സിംഗ്ലി, ഡബ്ലി, സർക്കുലർ, ഹെഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്ക് ലിസ്റ്റ് ഉണ്ട്. ദെൻ ഈച്ച് എലമെൻറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ്. ലിങ്ക് ലിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഓരോ എലമെൻറ്റ് മറ്റേ എലമെൻറ്റിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ഒരു എലമെൻറ്റിൻ്റെ നോഡിൽ എപ്പോഴും മറ്റേ എലമെൻറ്റിൻ്റെ അഡ്രസ്സ് കൂടി ഉണ്ടാവും. സോ ദേ ആർ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇനി ഓപ്പറേഷൻസ്. ഈ ഓപ്പറേഷൻസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്രിയേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ദെൻ ട്രാവേഴ്സൽ മീൻസ് നമ്മൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ നോഡിൽ എത്ര ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് കൗണ്ട് ചെയ്യുക, അതിൻ്റെ സം എന്താണെന്നുള്ളതൊക്കെ നോക്കുക. അങ്ങനെ ചില ഓപ്പറേഷൻസ് ചെയ്യുക, അതാണ് ട്രാവേഴ്സൽ. പിന്നെ സെർച്ചിങ്, എക്സ്ക്യൂസ് മീ, ഇൻസേർഷൻ. ഇപ്പോൾ ഇൻസേർഷൻ നോഡിൻ്റെ ബിഗിനിങ്ങിലാണോ എവിടെ ആ ഒരു നോഡ് കഴിഞ്ഞതിന് ശേഷം ഇൻസേർട്ട് ചെയ്യുക, അതുപോലെ അറ്റ് ദ എൻഡിൽ എങ്ങനെ ഇൻസേർട്ട് ചെയ്യുക, അതുപോലെ ഡിലീഷൻ, സോർട്ടിങ്, റിവേഴ്സിങ്. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് പ്രോഗ്രാം വഴി പഠിക്കേണ്ടതാണ്. എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ക്രിയേഷനാണ്. അപ്പോൾ ക്രിയേഷൻ എന്നുള്ള ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രിയേഷൻ എന്നുള്ള ഒരു ഓപ്പറേഷൻ നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, കാണാപ്പാഠം പഠിക്കുകയല്ല, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്പറേഷൻസും പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, സോ വെൻ വി ആർ മൂവിങ് ടു ദ ക്രിയേഷൻ, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നോഡിലാണ് നമ്മൾ ഡാറ്റ ഐറ്റംസ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സിയിലെ സ്ട്രക്ട് എന്നുള്ള ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോഡ് ക്രിയേറ്റ് ചെയ്യുക. സ്ട്രക്ട് മീൻസ് ഇറ്റ് ഈസ് നോട്ട് എ ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് അല്ലേ. പ്രീ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് അല്ല, ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. ഹോമോജീനിയസ് കളക്ഷൻ ഓഫ് ഡാറ്റ ഐറ്റംസ് ആണ്. ഒന്നിൽ കൂടുതൽ ഡാറ്റ ടൈപ്സ് നിങ്ങൾക്ക് ഒരു സ്ട്രക്റ്റിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് ഒന്ന് ഒരു ഇൻറ്റീജർ ഡാറ്റയും, സെക്കൻഡ് വൺ എ പോയിൻ്റർ ഡാറ്റ. പോയിൻ്റർ ഇസ് വെയർ വി സ്റ്റോഴ്സ് ദ അഡ്രസ്. ഒരു മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോയിൻ്റർ. അപ്പോൾ ഇവിടെ പോയിൻ്റർ എന്താണ്, അതും വേറൊരു നോഡിലേക്ക് പോയിൻ്റ് ചെയ്യുക. അപ്പോൾ സെയിം സ്ട്രക്ട് നോഡിൻ്റെ ഒരു പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു. നോഡ് എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ നെയിമാണ്. ആ സെയിം സ്ട്രക്ചറിൻ്റെ തന്നെ ഒരു പോയിൻ്ററും കൂടി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്രിയേഷൻ. ഇനി പ്രോഗ്രാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. ഇതിൽ കൂടുതലായിട്ടൊന്നും പറയാനും ഇതാക്കാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ പ്രോഗ്രാം ഒന്ന് പോവാം. ഇനി ഞാൻ വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ.